കുടുംബാംഗങ്ങളുടെ ഇടപെടലിലൂടെ ഞങ്ങൾ ഇരുവരും സമാധാനത്തോടെ സംസാരിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. മുൻപുണ്ടായ ചില സംഭവങ്ങളെ തുടർന്ന് ഇത് വെറും കണ്ടന്റ് അല്ലെങ്കിൽ റവന്യൂ നേടാനുള്ള ശ്രമമാണോ എന്ന സംശയം പലർക്കും ഉണ്ടാകാമെന്ന്. ഇനിയുള്ള വീഡിയോസ് കുറച്ച് സർപ്രൈസ് ആയിരിക്കും. പെർഫ്യൂം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക. വാട്സ്ആപ്പ് നമ്പറാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റിയാക്ഷൻ ടു റിയാക്ഷൻ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് മല്ലു ഫാമിലി വീണ്ടും ഒന്നിച്ചു, ഡിവോഴ്സ് വെറും നാടകം. സുജിനും പൊന്നൂസും രംഗത്ത്. എന്തായാലും അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ. നമുക്ക് വീഡിയോ അവസാനം വരെ കണ്ടുനോക്കാം. എന്തൊക്കെയോ നമ്മുടെ പയ്യൻ ഇരുന്ന് പറയുന്നുണ്ട്. ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ നമുക്ക് വീഡിയോ കാണാം. എന്നിട്ട് നമുക്ക് അഭിപ്രായം പറയുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നമുക്ക് വീഡിയോ കാണാം. മറ്റൊന്നുമല്ല, മല്ലു ഫാമിലിയിലെ സുജിനും പൊന്നൂസും ഒന്നിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വെറും റീച്ചിനും അവരുടെ ബിസിനസ് വളർച്ചയ്ക്കും വേണ്ടിയിട്ടുള്ള ഡ്രാമ ഒന്നിച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ അവർക്ക് ആദ്യം റീച്ച് കുറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞിരിക്കുകയാണെന്ന്. രണ്ടാമതും അവർക്ക് റീച്ച് കുറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്റെ ഭാര്യയ്ക്ക് അവിഹിതമാണെന്ന്. മൂന്നാമതും റീച്ച് കുറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആയിരുന്നു. ഭാര്യനെ വിൽക്കുന്നവൻ. എന്നാൽ ഏറ്റവും അവസാനം ആട് 3 പോലെ, ദൃശ്യം 3 പോലെ, അല്ലെങ്കിൽ സ്പൈഡർമാൻ 3 പോലെ അങ്ങനെ മൂന്നാമത് ഒന്നിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചിട്ട് കുഞ്ചൂസ് കഴിഞ്ഞ ലാസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, അറ്റ് ലാസ്റ്റ് പ്രോബ്ലം സോൾവ്ഡ് എന്ന്. ഇനി കഴിഞ്ഞ ദിവസം കുഞ്ചൂസ് ഒരു വ്ളോഗ് ഇട്ടിരുന്നു. അതിനകത്തും ഈ ഒരു കാര്യം പറയാതെ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. നമുക്ക് ഒരു വ്ളോഗ് കണ്ടിട്ട് പൊന്നൂസിന്റെ പോസ്റ്റിലോട്ട് വരാം സുഹൃത്തുക്കളെ. അപ്പോൾ കഴിഞ്ഞ ഡിസംബറിലായിരുന്നു. ഡിസംബറിൽ 20-ാം തീയതി 22-ാം തീയതി എങ്ങാണ്ടായിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത്. പിന്നെ ഇന്നാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങളിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അബി, അനന്തും കൃഷ്ണനൊക്കെ ഉണ്ട്. കൃഷ്ണേട്ട കണ്ണാടി പാറി കൃഷ്ണേട്ട കണ്ണാടി വെച്ചിരിക്കുന്നത് പറഞ്ഞിട്ട് ഞാനും അബിയും കൂടെ ചിരിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. ഞങ്ങളൊരു കരിക്ക് കുടിക്കാമെന്ന് പറഞ്ഞു. അവിടുന്ന് കരിക്കൊക്കെ വാങ്ങിച്ച് എല്ലാവരും ഓരോ കരിക്കൊക്കെ കുടിച്ചു. പൈസ കൊടുത്തിട്ട് നമ്മൾ വീണ്ടും പോവാണ്. അപ്പോൾ എറണാകുളത്ത് താട്ടനൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എറണാകുളത്ത് നിന്ന് അവിടുന്ന് എന്നെ താട്ടൻ വീട്ടിലോട്ട് കൊണ്ടുപോകും. അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ ഞാൻ കാറി കയറിയിട്ട് ഒത്തിരി സമയമായതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോസ് എടുക്കുന്നത്. ഞാനും അമ്പടും താട്ടനും ബാക്കിലിരുന്ന് യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് താട്ടൻ കുറച്ചു നേരം വണ്ടി ഓടിക്കാൻ ബാക്കിലേക്ക് ചടക്കണം താട്ടം വണ്ടി ഓടിക്കാൻ പോയിട്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിക്കഴിഞ്ഞു. വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, കാരണം ആകെ ഛർദ്ദിച്ച് മെഴുകുമായിരുന്നു. പിന്നെ അമ്മ ഇറങ്ങി വന്നു, അമ്പുടിനൊക്കെ എടുത്തു. അപ്പോൾ അമ്പുട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കിടുമ്പോൾ സ്കൂൾ വിട്ടിട്ട് നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു പട്ടിക്കുട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമായിട്ട് ഇരുന്നൊരു കളി. സ്ക്രിപ്റ്റ് റൈറ്റർ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആയിരുന്നു കേട്ടോ. അതിനുശേഷം രാത്രി പിന്നെ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായില്ല. കാര്യം ഭയങ്കര ടയർഡായിരുന്നു. പറഞ്ഞാൽ ഉള്ളേരിയ കൂടെയാണ് കയറി വന്നത്. അത് കാരണം വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞ് മറിഞ്ഞിട്ട് ഞാനൊക്കെ മെഴുകിയിരിക്കുമായിരുന്നു. അങ്ങനെ വന്നു കിടന്നുറങ്ങി. രാവിലെ നീച്ച് ബ്രഷൊക്കെ ചെയ്ത് ഫേസൊക്കെ വാഷ് ചെയ്ത് ഒരു നല്ല ഫ്രഷ് ചായ കുടിച്ചു. ആ സുഖം വേറെ എവിടെ നിന്നും കിട്ടാറില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ആ ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം എനിക്ക് വീട്ടിൽ നിന്ന് കുറിച്ച് മാത്രമേ കിട്ടാറുള്ളൂ. ഇങ്ങനെയും കുറച്ച് തള്ളുകൾ നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ രാവിലത്തെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനും അമ്പൂടും അമ്മയും കൂടെ നേരെ തറവാട്ടിക്ക് വന്നു. അമ്മാമയ്ക്ക് തീരെ വയ്യായിരുന്നു. അപ്പോൾ അമ്മാമയൊക്കെ കണ്ടു. അതിനുശേഷം തിരിച്ച് പശുവിനെയാണ് കാണിക്കുന്നത്. അതാണ് അമ്മാമയാണോ പശു? വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോ പിടിച്ചിട്ടുണ്ടായിരുന്നു. താട്ടൻ ഇവിടെ ഇല്ലായിരുന്നു. അങ്ങനെ കയറിപ്പോൾ അമ്പൂടിന് വെള്ളം. താട്ടൻ ഇവിടെ ഇല്ലായിരുന്നു. താട്ടൻ ആരാണ്? താട്ടൻ എനിക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ ഭാഷയാണോ? വെള്ളം വരുന്നതിൽ അടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കയറി വന്നവൻ വെള്ളം വരും അമ്മയെന്ന് ചോദിച്ചു ഇത് പിടിച്ച് ഇങ്ങനെ താക്കുമായിരുന്നു. അവൻ ആ വീഡിയോ കണ്ടതും ഇവിടെ നമ്മൾ വരുമ്പോഴെല്ലാം ഇതിലേക്ക് ഇടുമ്പോഴൊക്കെ വെള്ളം ഇതാക്കാൻ വേണ്ടി ഇതാക്കണമൊക്കെ അവൻ അറിയാം. പക്ഷെ അവൻ അടിച്ചിട്ട് വെള്ളം വന്നില്ല. അപ്പോൾ ഓട്ടോ വന്ന് നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ പിന്നെ വേഗം പോയി ഓട്ടോയിലോട്ട് കയറി. അമ്മയും മേമ്മയൊക്കെ ഓട്ടോ കയറിയിട്ടുണ്ടായിരുന്നു. അവർ ടൗണിക്ക് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ വീട്ടിലേക്ക് പോവുകയാണ്. ഗൈസ്, ഇനിയുള്ള വീഡിയോസ് കുറച്ച് സർപ്രൈസ് ആയിരിക്കുമേ. അതെ, ആ സർപ്രൈസ് ആണ് സുഹൃത്തുക്കളെ നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇത്ര നേരം എന്തിനാണ് ഞാൻ ആ സർപ്രൈസിന് വേണ്ടിയല്ലേ കാത്തിരുന്നത്? കാണിക്കൂ. കഥ, തിരക്കഥ, സംഭാഷണം എല്ലാം മറ്റേ മണിഞ്ചൻ ഇങ്ങനെ വരുത്തുന്നവൻ. പ്രവീൺ പ്രണവിന് ശേഷം ഇത്ര മനോഹരമായിട്ട് ഇങ്ങനെ രചിക്കാൻ പറ്റുന്നുള്ളത് നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത്. എന്താണെങ്കിലും പൊന്നൂസ് ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് നമുക്ക് കാണാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ആ സമയത്തുണ്ടായ മാനസിക സമ്മർദ്ദവും തെറ്റിദ്ധാരണകളും കാരണം ഞങ്ങൾ എടുത്ത ചില തീരുമാനങ്ങളും പറഞ്ഞ കാര്യങ്ങളും നിങ്ങളിൽ പലർക്കും ആശങ്കയും നിരാശയും ഉണ്ടാക്കിയെന്ന് ഞങ്ങൾ എന്തൊരു നിരാശ? ഒരു നിരാശയില്ല. നീതൊക്കെ നിന്റെയൊക്കെ നാടകം മാത്രമാണ് മനസ്സിലാക്കുന്നു. കുടുംബാംഗങ്ങളുടെ ഇടപെടലിലൂടെ ഞങ്ങൾ ഇരുവരും സമാധാനത്തോടെ സംസാരിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ അത് വെച്ച് ഒരാഴ്ച കണ്ടന്റ് ഓടിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത് പിന്നെയും നമ്മൾ ഒന്നിക്കുകയാണ്. അങ്ങനെ ഒന്നിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു 5-6 കണ്ടന്റ് അത് വെച്ച് ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മുൻപുണ്ടായ ചില സംഭവങ്ങളെ തുടർന്ന് ഇത് വെറും കണ്ടന്റ് അല്ലെങ്കിൽ റവന്യൂ നേടാനുള്ള ശ്രമമാണോ എന്ന സംശയം പലർക്കും ഉണ്ടാകാമെന്ന്. സംശയമല്ല, അത് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ സംഭവം അങ്ങനെ ഒന്നുമല്ല.
അന്നത്തെ മാനസികാവസ്ഥയിൽ എടുത്ത വ്യക്തിപരമായ തീരുമാനങ്ങളാണ് അത്. ആ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചുകൊണ്ടാണ് സുഹൃത്തുക്കളെ അവർ ഈ വ്യക്തിപരമായ തീരുമാനമാണ്. റീച്ചിനും ക്യാഷിനും അല്ലെങ്കിൽ പിന്നെ എന്തിന് സോഷ്യൽ മീഡിയയിൽ ഇടണം? ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള നാടകമാണ്, പൊറാട്ട് നാടകം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചതേ അല്ല, പക്ഷേ ഇതിനെപ്പറ്റി ഞങ്ങൾക്ക് പറയണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മുടെ സുജിൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. സുജിൻ ഒരു സ്വകാര്യ പ്രശ്നങ്ങൾ പൊതുവേദിയിൽ പങ്കുവച്ചത് പലർക്കും തെറ്റായ സന്ദേശം നൽകാൻ ഇടയായിരിക്കാമല്ല, ഇടയാണ്, തെറ്റാണത്. എവിടുന്ന്? അതിനെയും ഞങ്ങൾ ആത്മാർത്ഥമായി ഖേദം പ്രകടിപ്പിക്കുന്നു. ഇനി ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ തീർന്നല്ലോ. ഒരാളെ കുത്തി കൊന്നിട്ട് സോറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ, കാര്യം കഴിഞ്ഞ. ഇനി മുതൽ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടെയും സൂക്ഷ്മതയോടെയും കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഉറപ്പു നൽകുന്നു. അപ്പം ഇനി മുതൽ ഇവരെ അൺഫോളോ ചെയ്യുക. അപ്പം ഇതൊന്നും നമുക്ക് കാണണ്ട. ഇതുവരെ ഞങ്ങളെ പിന്തുണച്ചതും ഞാൻ പിന്തുണച്ചിട്ടില്ല. വിശ്വസിച്ചും കൂടെ ഉണ്ടായ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ എനിക്കൊരു വിശ്വാസവും ഇല്ല. നന്ദി. മുന്നോട്ടും നിങ്ങളുടെ പിന്തുണയും സ്നേഹവും ഉണ്ടാവും ഒരിക്കലും ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എന്റെ പൊന്നെ, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു എന്നുള്ള സംഭവം കേട്ടത് ഓക്കെ, അത് തന്നെയാണ് വേണ്ടത്, അത് തന്നെയാണ് നല്ലത്. അതിനെയൊന്നും മോശമായിട്ട് പറഞ്ഞു കേട്ടോ. അതെ, അത് ഒരു കണ്ടന്റ് ആക്കിയത് പ്രശ്നമാണ്. പിന്നെ ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടായിരിക്കാം ഇതും ഒരു കണ്ടന്റ് ആക്കിയത്. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒന്നിച്ച് പോകാൻ പറ്റുന്ന, ക്ഷമിക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യങ്ങളൊക്കെ ക്ഷമിച്ചും പുറത്തും ഒക്കെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതിലൊരു പ്രശ്നവുമില്ല. അത് അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇവർ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത്? അന്ന് കുറച്ച് വർഷങ്ങൾക്ക് 1-2 വർഷം മുന്നേ ആണെങ്കിൽ ഞങ്ങൾ പിരിഞ്ഞു ഗായ്സ്. ഈ വ്ലോഗിനകത്തൊക്കെ പൊന്നൂസിന്റെ ഒരു മിന്നായം പോലെ കണ്ട് അന്ന് ഇവരുടെ നാടകം പൊളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്റെ ഭാര്യയ്ക്ക് അവിഹിതം അന്നേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സുജിന്റെ അടുത്ത നാടകം. സുജിൻ ഒരു കിണമൈരനാണ്. അത് കഴിഞ്ഞ് ഇപ്പൊ നല്ല ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞു, വീണ്ടും ഒന്നിച്ചു എന്ന് പറയുന്നു. എങ്ങനെ അവന് വീഡിയോ ഇടണമെന്ന് നല്ല ബോധ്യമുണ്ട്. സുജിൻ കുറച്ചു ദിവസം ഗിവ് അവേ ആയിരുന്നു. ഗിവ് അവേ കഴിഞ്ഞിട്ടുള്ള അടുത്ത പൊറോട്ട നാടകം. എത്ര നാടകമാണ് ആ സുജിൻ എന്ന് പറയുന്നവന്റെ കയ്യിലുള്ളത്. കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരെ പൊട്ടന്മാരാകുന്നു. ആൻഡ് ആലോചിക്കണം, ഇത് 1 തവണ ചെയ്തിട്ട് പഠിച്ചില്ല, 2 തവണ ചെയ്തിട്ട് പഠിച്ചിട്ടില്ല, 3-മതും ചെയ്തു, ഇനി 4-മതും ചെയ്യും. അവൻ അങ്ങനെ റേച്ച് കുറഞ്ഞു വരുമ്പോ ഇതേപോലെ പിന്നെയും പൊറാട്ട് നാടകം നടത്തും അല്ലേ? അതല്ലേ 1 തവണയോ 2 തവണ 10 തവണ മനസ്സിലാക്കാം. ഇത് 3-മത് ചെയ്യുമ്പോൾ എന്താണ്? ഇതിനകത്ത് കുറച്ച് കമന്റ്സ് നിങ്ങൾ കാണാം. ആൾക്കാരെ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായത് നിങ്ങൾ ഒരിക്കലും പിരിയാൻ പറ്റില്ല എന്നാണ്. രണ്ടുപേർക്കും ആ സങ്കടമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന്റെ ആഴം അത്രയും ഉണ്ട് എന്നും സന്തോഷം. ഇതാരാണ് ഇങ്ങനെ അവരെ തന്നെ ഇടുന്നതാണോ? ത്തോടെ ആയിരിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. കഷ്ടമുണ്ട് കേട്ടോ ഇങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാരെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കാനെ കൊണ്ട്. ട്രൂ ലവ് ഒരിക്കലും പിരിയാൻ കഴിയില്ല. എത്ര പ്രശ്നങ്ങളിലൂടെ ഇതൊക്കെ അവര് തന്നെ ആയിരിക്കും ആൾക്കാരെ കൊണ്ട് ഇടിപ്പിക്കണേ തോന്നുന്നു. കാരണം നെഗറ്റീവ് കമന്റ് ഇഷ്ടം പോലെ വരും. അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഇതേപോലത്തെ കുറച്ച് കമന്റ് ഇട്ടിരിക്കും. അനുഭവിച്ചാലും അവർ തിരികെ വരും, അല്ലെങ്കിൽ നമ്മൾ അവരെ തേടി തിരിച്ചു പോകും. ഇതാണോ ഞങ്ങൾ ആഗ്രഹിച്ചത്? ഞാൻ ഈ വീഡിയോസിനൊക്കെ കമന്റ് ഇടുന്ന ആളൊന്നുമല്ല. ഇത് കണ്ടപ്പോൾ ഒരു കമന്റ് ഇടണമെന്ന് വീഡിയോസിന് കമന്റ് ഇടുന്ന ആളല്ല, ഇത് കണ്ടപ്പോ ഇടണം തോന്നി. ഇട്ടിപ്പിച്ച് ഇങ്ങനെയൊക്കെ ഫ്രണ്ട്സ് ആയിരിക്കും തോന്നി. ഇനി മുന്നോട്ട് രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കും. കഷ്ടമുണ്ട് കേട്ടോ. പാമ്പിടിച്ചൊരു മനുഷ്യനൊക്കെ ആദ്യമായിട്ടാണ് വന്ന് കമന്റ് ഇടുകയെന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ഈ ഡ്രാമയൊക്കെ കണ്ടിട്ട്. ഇതും വിശ്വസിക്കാൻ ഇപ്പോൾ കേരളത്തിൽ ആൾക്കാരുണ്ടല്ലോ എന്ന് അറിയുമ്പോഴാണ് സത്യം. ഞാൻ ഒരിക്കലും വിശ്വസിക്കാറില്ല. ഇതേപോലെ കുറച്ച് മണ്ടന്മാര് വിശ്വസിക്കും. സത്യം. കണ്ടന്റിന് വേണ്ടി മാത്രം. എല്ലാവർക്കും അറിയാം, ഇനി കണ്ടന്റ് ക്ഷാമം വരുമ്പോൾ അവളെ നീ വല്ലതും ചെയ്യാൻ മടിക്കില്ല. നിങ്ങളെപ്പോലെയുള്ളവർക്ക് ലൈഫ് ഒരു കോമഡി ആയിരിക്കും. ബട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഉണ്ട്. നിങ്ങളുടെ കുട്ടികളുടെ ലൈഫിലൊന്നും അറിയാതെ അവരെ കൂടി നിങ്ങൾ ആ സ്നേഹമില്ലാതെ ആക്കുവാണ്. കുട്ടികളുടെ കാര്യം ശരിയാണ്. ഇവര് കുട്ടികളെയും കൂടെ ഈ പറയുന്ന മീഡിയയുടെ അതെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് ഇനി കുട്ടികൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടു വളർന്നിട്ട് അടുത്ത് കുട്ടികൾ ഇതേപോലെ ആയിരിക്കും കാണിച്ചു കൂട്ടുന്നത്. തന്ത ഇങ്ങനെ കാണിച്ചു, അതുകൊണ്ട് കുട്ടികൾ ഇങ്ങനെ കാണിക്കാന്ന് മുന്നിൽ അല്ലെങ്കിൽ അടുത്ത കണ്ടന്റ് വീഡിയോക്കകത്തെല്ലാം വിസിബിലിറ്റി കൊടുത്ത് അവർ സ്കൂളിൽ പോകുന്ന രണ്ടുപേരും പുതിയതായി തുടങ്ങിയ ബിസിനസ് കുറച്ച് പച്ച പിടിച്ചു. ആദ്യം ഇതേപോലെ വന്ന് റീച്ച് കൂട്ടി, ഇപ്പോൾ ബിസിനസ് പച്ച പിടിപ്പിച്ചു. ഇനി അടുത്ത പുതിയതായി എന്നേലും തുടങ്ങുമ്പോൾ ഒരു ഡിവോഴ്സ് കൂടി വരും. ഇത് ഇങ്ങനെ തുടരും. സത്യം. മേക്കിംഗ് ദ പബ്ലിക് ഫുൾ. തിരക്കഥ ആരുടെയാണ്? ഒന്നിക്കുന്നു പിരിയുന്നു ഓരോരോ കോപ്രായം. അത് മണ്ടൻ സുജിന്റെ. ഗ്യാസ് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കറണ്ട് അടുപ്പ് ആഗ്രഹക്കാർക്ക് കൊടുക്കാൻ ഇതിങ്ങനെ വരും. കാണുന്നവരെന്താ പൊട്ടന്മാരും. എനിക്ക് നല്ല കാര്യം, ആ മക്കളുടെ കാര്യം മൊത്തം നിങ്ങൾ ഒരുമിക്കാൻ തീരുമാനിച്ചില്ല. സത്യം പറഞ്ഞാൽ മക്കളുടെ കാര്യം മൊത്തം ഒരുമിക്കാൻ തീരുമാനിക്കുന്നതിന് മുന്നേ തന്നെ ആലോചിക്കാൻ എന്തെങ്കിലും പ്രശ്നം സോഷ്യൽ മീഡിയയിൽ ഇടുന്നതിനെ പറ്റിയിട്ടാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ ഇട്ട് റീച്ച് ഉണ്ടാക്കുക, ക്യാഷ് ഉണ്ടാക്കുക, എല്ലാരും അങ്ങനെയാണ്.
എന്ന് പറഞ്ഞ് ഇതേപോലെ തെണ്ടിത്തനം കാണിക്കാറില്ല മിക്കവരും. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ത് വരുന്ന പ്രശ്നം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇതുപോലെ ഈ കുഞ്ഞിന്റെ ഒക്കെ ബർത്ത്ഡേ സംഭവം നടത്തിയിരിക്കുന്നത്. അത് എന്റെ അമ്മേനെ മോശം പറഞ്ഞുള്ള കമന്റ് ഒന്നും അതോട് കണ്ടിട്ട് റിമൂവ് ആക്കുന്നില്ല, അങ്ങനെ ഡ്രാമ ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്താ നിങ്ങളുടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ അക്കൗണ്ട് കൂടുതൽ എൻഗേജ്മെന്റ് നിങ്ങളുടെ ഈ പ്രോഡക്റ്റിന്റെ ഇതിന്റെ പ്രൊമോഷൻ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പ്രവചിക്കുന്നത്. അല്ല അങ്ങനെ സംശയിക്കുന്നത് നമ്മൾ തെറ്റ് പറയാൻ പറ്റില്ല. ഓക്കെ, ഈ എന്താണെങ്കിൽ കുറച്ച് നാൾ മുന്നേ ഈ പുള്ളി ഇട്ടേക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു പ്രൊമോഷൻ. സംശയിക്കുന്നതല്ല, പ്രൊമോഷന് വേണ്ടി സംശയിക്കുന്നത് തെറ്റല്ല, അത് തന്നെയാണ് അവരുടെ മെയിൻ വീഡിയോ. നമുക്ക് അതൊന്ന് കാണാം, പുള്ളിയുടെ തന്നെ പ്രോഡക്റ്റിന്റെ. രണ്ട് ബ്രാൻഡ് ഉണ്ട്. നമ്മളൊരു കുക്കിഫൈ എന്നുള്ള ഒരു പാനിന്റെ പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മൾ പെർഫ്യൂമിന്റെ പരിപാടി ചെയ്യുന്നുണ്ട്. അതൊക്കെ മാറ്റി മുടിഞ്ഞു പോകരുത് ആൾക്കാര്, വെറുതെ വാങ്ങിക്കാതിരിക്കുക. അതിൽ സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് കുക്കിഫൈക്ക് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ പെർഫ്യൂമിനെ പറ്റി പറഞ്ഞാൽ തന്നെ ഓക്കെ, നമ്മൾ ആദ്യം 1 തുടങ്ങിയത്. കൊള്ളാം, റീച്ച് ഉണ്ടാക്കി ഇതേപോലെ നടത്തുക, ഇതാണ് അവന്റെ പണി. ഇപ്പം നമ്മളെ കയ്യിൽ മൊത്തം 3 ഉണ്ട് ഇതൊന്ന് ചേർത്തിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് 12 ദിവസം, അതായത് വെറും 12 ദിവസം കൊണ്ട് നമുക്ക് ഏകദേശം 1000 പീസ് നമ്മൾ ആരാണ് ഇതൊക്കെ വാങ്ങാൻ കിടക്കുന്നത്? ഈ കള്ള ഡ്രാമ കളിക്കുന്നവന്റെ ആരാണ് വാങ്ങുന്നത്? 1000 പീസ് നമ്മൾ 12 ദിവസം കൊണ്ട് വിറ്റിട്ട് അടുത്തത് നമ്മൾ 4000 പീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരിക്കുള്ളൂ കറക്റ്റായിട്ട്. അപ്പോൾ ഏകദേശം 6 പീസും ആരും ഇനി ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാതിരിക്കുക അവന്റെ. അപ്പം നിങ്ങൾക്ക് അറിയണ്ട, നിങ്ങൾക്ക് വാങ്ങണ്ട. നമ്മൾ കഴിയാറായി തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇറക്കാൻ വേണ്ടി പോകുന്നത് അതിലും വലിയൊരു ക്വാണ്ടിറ്റി നമ്മൾ ഇറക്കാൻ വേണ്ടി പോകുന്നത്. അത് നമുക്ക് വീട്ടിൽ സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു നമ്മൾ ഷോപ്പിലേക്ക്, അതായത് നമ്മുടെ ചെർപ്പളശ്ശേരിയിൽ തന്നെ നമ്മൾ ഷോപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതെ, ഇനി ഷോപ്പിന്റെ പൈസ അടയ്ക്കണമെങ്കിൽ കുറച്ചുകൂടെ നാടകം, ആ നാടകമാണ് നമ്മൾ ഒരുമിക്കുകയാണ് ഗൈസ്. അപ്പോൾ കുറച്ച് പേര് വീഡിയോ കാണുമല്ലോ. ഷോപ്പിലേക്ക് നമ്മൾ ഒരു പെർഫ്യൂം ഷോപ്പ് ആക്കാൻ വേണ്ടി പോവാണ്. ഈ ഒരു 3 വെച്ചിട്ടല്ല, നമ്മൾ ഏകദേശം ഒരു 15 20 നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ ഇറക്കാൻ വേണ്ടി പോകുന്നത്. അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ ഷോപ്പിന്റെ പണി കാര്യങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ അത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഓക്കെ, ഇതിന്റെ പേരിൽ ആരൊക്കെ കുരു പൊട്ടിച്ച്. അതെ, നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്, അറിയിച്ചു കൊണ്ടൊരു വീഡിയോ ഇടുകയാണ്. അങ്ങനെ കുറച്ച് ക്യാഷ് ഉണ്ടാക്കാം. താഴത്ത് വരുന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അറിയിക്കുകയാണ്. പെർഫ്യൂം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ആരും തന്നെ ഇതിലോട്ട് വാങ്ങിക്കരുത്, വാങ്ങിച്ചാൽ മുടിഞ്ഞു പോകും. വാട്സപ്പ് നമ്പറാണ്, നമുക്ക് 3 ഫ്ലേവർ ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ബാക്കിയുള്ള കാര്യം നമുക്ക് അവിടെ മറ്റേ അവർ സംസാരിക്കും. നമ്മൾ കൂടെ അതിനുള്ള ആൾക്കാരുണ്ട്, അപ്പോൾ അവരത് സംസാരിക്കും. നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം. താഴത്ത് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സക്സസ്ഫുൾ ആയിട്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം കാണിച്ചിട്ടുണ്ടായിരുന്നത്. അക്കൗണ്ടിലോട്ട് കൂടുതൽ എൻഗേജ്മെന്റ് വരും, ഇതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ആൾക്കാരിലോട്ട് എത്തും. അങ്ങനെ ആ ഒരു സാധനത്തിന് വേണ്ടിയിട്ടായിരുന്നു നിങ്ങളൊരു കാര്യം ഇങ്ങനെ ചെയ്തത്. മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ പിന്നെ എന്താണ് നിങ്ങൾ ശരിക്കും ഇതുവരെ ഡിവോഴ്സ് ആയിട്ട് ശരിക്കും എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് നിങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല. വന്ദാ സുട്ടാ പോണ റിപ്പീറ്റ് എന്ന് പറയുന്നത് പോലെ പിരിഞ്ഞു അവിഹിതം ഡിവോഴ്സ്, പിരിഞ്ഞു അവിഹിതം ഡിവോഴ്സ് എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കുന്ന ആൾക്കാരെ പൊട്ടന്മാരാകുന്നില്ലേ? ഞങ്ങൾ ഒന്നിച്ച് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ പാവുണ്ട് ഈ കാണുന്ന ഓഡിയൻസ്. പക്ഷേ അങ്ങനെ ടൂലെന്ന് പറയുന്നത് അങ്ങനെ അവർ എത്ര മനോഹരമുള്ള വാക്കുകൾ വീഡിയോ കാണുന്ന ആൾക്കാർ കമന്റ് അതെ ഇനി മൊത്തം കാണാതിരിക്കാൻ ഇട്ടിരിക്കുന്നത്. അവരെ അത്ര പൊട്ടന്മാരായിരിക്കും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ മുമ്പ് ഇവ മറ്റേ പിരിഞ്ഞു അങ്ങനെ സാധനം സമയത്ത് കുഞ്ഞു ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് സുജിന്റെ വീഡിയോ ഇങ്ങനെ ഒരു മിന്നായം പോലെ വന്നത്, എന്തിനാണ് വീഡിയോ പോലെ സാധനം പറഞ്ഞത്. അത് ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് ഒന്നുകൂടെ പ്ലേ ചെയ്യാം. അവിടെയല്ല, ഞാൻ ഇവിടെയാണെന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ കുറേ പേർ പറഞ്ഞു നിന്നെ ഒരുപാട് വീഡിയോസിൽ അവിടുത്തെ കണ്ടു നിന്നെ അവിടുത്തെ വീഡിയോസിൽ കണ്ടുവന്ന്. ഒരുപാട് വീഡിയോസിലൊന്നും എന്നെ കണ്ടിട്ടില്ല, ആകെ 2 വീഡിയോസിൽ എന്നെ കണ്ടിട്ടുണ്ടായിരിക്കുള്ളൂ. അത് ബൈ ചാൻസ് ഞാൻ പെട്ടുപോയതാണ്. അങ്ങനെ ഇപ്പം എൻ്റെ സാധനങ്ങൾക്കറിയാം, എൻ്റെ സാധനങ്ങൾ അവിടെയാണ് ഉള്ളത്. അവിടെ വീട് ഷിഫ്റ്റിംഗ് ആയിരുന്നു, നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ചാനലിൽ കണ്ടിട്ടുണ്ടായിരിക്കും, വീട് ഷിഫ്റ്റിംഗ് ആയിരുന്നു. അപ്പം എൻ്റെ സാധനങ്ങൾ എടുക്കാൻ ഞാൻ തന്നെ പോകണം, അല്ലെങ്കിൽ അത് അവിടെ കിടന്ന് കത്തിപ്പോവുക, അല്ലെങ്കിൽ അത് ആ വീട്ടിൽ ഇരിക്കുന്നില്ല, അല്ലെങ്കിൽ ആ വീടിൻ്റെ മുറ്റത്തിരിക്കുന്നില്ലാതെ അത് വേറെ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ അതെടുക്കാൻ ഞാൻ തന്നെ പോകണം. അതുകൊണ്ട് 2 തവണ എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. 2 തവണ പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെയും ഒരുമിച്ചു, പിന്നെയും ഡിവോഴ്സ്. ഇത് ആരെയാണ് പറ്റിക്കുന്നത്? ഡ്രസ്സ് എടുത്ത് വന്നിട്ട് തന്നെ ഞാൻ ഇവിടെ വന്നൊരു വീഡിയോ ഞാൻ പറയുന്നുണ്ട്. 2 ദിവസം മുന്നാണ് ഞാൻ ഡ്രസ്സൊക്കെ പോയി എടുത്തിട്ട് വന്നതെന്ന്. അത് കഴിഞ്ഞിട്ടും വീട് ഷിഫ്റ്റിംഗ് എടുത്തപ്പോൾ എനിക്ക് വീണ്ടും പോയി എനിക്ക് എൻ്റെ സാധനങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് എനിക്കവിടെ എന്താണ് പ്ലാൻഡ് ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ അവിടെ വിളിച്ച് നിൽക്കാം, മറിഞ്ഞ് നിൽക്കാം, അങ്ങനെയൊക്കെ എനിക്ക് വേണമെങ്കിൽ ചെയ്യായിരുന്നു. പക്ഷേ അതെ അതുകൊണ്ടാണ് ഒരു മിന്നായം പോലെ കണ്ടത്. വീഡിയോയിൽ വന്നില്ല, മിന്നായം പോലെ കണ്ടു. അതിന്റെ എക്സാമ്പിൾ പറയുന്നത് കൊള്ളാം, നല്ല ബുദ്ധി. ആരെ സുജിന്റെ തിരക്കഥയാണോ? ബൈ ചാൻസ് അത് പെട്ടുപോയി. അതിപ്പോൾ അവിടെ വേണമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല, ഞാൻ വേണമെന്ന് വെച്ചിട്ട് അവിടെ വേണമെങ്കിൽ കണ്ടോട്ടായിരുന്നു വിചാരിച്ചിട്ട് സൈഡിലൊന്നും നിന്നതുമല്ല. അത് മക്കളായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ സാധനങ്ങൾ എടുക്കുമ്പോഴോ എൻ്റെ സാധനങ്ങൾ എടുത്ത് ഇറങ്ങുമ്പോഴോ ഒക്കെയാണ്. അത് ഏതൊരു വീഡിയോയിൽ സൂം ചെയ്തിട്ട് ഞാൻ കണ്ടായിരുന്നു. അത് എൻ്റെ സാധനങ്ങളെടുത്ത് ഞാൻ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് ടാങ്കിൻ്റെ ബാക്കിൽ ഞാൻ പെട്ടിട്ടുള്ളത്. അച്ചടാ പാവടാ, പെട്ടുപോയതാണ്, നിങ്ങളൊന്ന് ക്ഷമിക്കണം. അന്നിട്ടേക്കുന്ന സാധനം 2 വർഷം മുന്നത്തെ ഉള്ള വീഡിയോ ആണിത്. ഇത് നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നത്? എന്താണ് നിങ്ങൾ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം സീരിയസ്ലി ഞാൻ പറയാം, അങ്ങനെ നിങ്ങൾ ഒന്നിച്ചെന്ന് പറയുന്നില്ല, വളരെ നല്ല കാര്യം തന്നെ. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ക്ഷമിക്കാനും കൊടുക്കാനൊക്കെ പറ്റുന്ന കാര്യങ്ങളാണ്, ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പൊ എന്തായാലും സോ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. സോ ഇതൊക്കെ നമുക്ക് വേറെ ഒരു കണ്ടന്റ് ആയിട്ട്, അവരിങ്ങനെയൊക്കെ ഡ്രാമ കാണിക്കുന്നു, നമുക്കതൊക്കെ ഒരു കണ്ടന്റ് ആണ്. സോ വീഡിയോ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് അടിക്കുക, കമന്റ് അടിച്ചില്ലെങ്കിൽ കമന്റ് അടിക്കുക, ഡിസ്ലൈക്ക് അടിക്കുക, ലൈക്ക് അടിക്കുക, എല്ലാം ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്.